ഹലോ, വെൽക്കം ടു വാൻസി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എങ്ങനെയാണ് ചെടികളിൽ ഏറ്റവും കൂടുതൽ പൂക്കളും കായ്കളൊക്കെ നമുക്ക് കിട്ടാൻ, അതായത് പ്രൊഡക്ട്സ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാൻ ഉപകരിക്കുന്ന ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് എ കമന്റ് ഇടാൻ മാത്രം മറക്കരുത്. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആവും. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഇത്ര ആൾക്കാർ മോട്ടിവേറ്റഡ് ആണ്, ഇത്ര റിസൾട്ട് ഉണ്ട് എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമാവും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യത്തിനാണ് ഈ ടിപ്പ് യൂസ് ചെയ്യണതെന്ന് നോക്കിയാലോ. പിന്നെ അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് 100% റിസൾട്ട് ഉള്ള ഒരു സംഭവം നമ്മൾ ഏറ്റവും എൻഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എൻഡ് മിസ് ചെയ്യരുത്. ആൻഡ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെ തന്നെ കണ്ടോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ സാധനം, അതായത് ഈ ഒരു സംഭവം യൂസ് ചെയ്യണത് പൂക്കൾ ഇപ്പോ കറക്റ്റ് ആയിട്ട്, അതായത് ഇപ്പോ ചെടി പൂച്ചെടി നട്ട് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല, ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മുട്ട ഉണ്ടായിട്ട് കരിഞ്ഞു പോകുന്നു, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. ഇനി ഈ ചെടികളില്ലേ, അതായത് ഇപ്പോ മുളക് തൈ, അതുപോലെ തന്നെ ഈ പച്ചക്കറികൾ, അങ്ങനത്തെ സാധനങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ കായ്പിടുത്തം ഭയങ്കര കുറവാണ്, പൂവിട്ടിട്ട് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ചെടിക്ക് ചെറിയ വാട്ടമുണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇനി ഫ്രൂട്ട്സിന്റെ, അതായത് ബഡ് ചെയ്ത ഫ്രൂട്ട്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് മെയിൻലി ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, ഫ്രൂട്ട്സിന്റെ ഇതിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ നല്ല ബുഷായിട്ട് വളരും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഇത് സഹായിക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി പൂ പിടുത്തം, അതായത് ഇപ്പം കായ്ക്കേണ്ട ടൈമായി, പക്ഷെ ഇതിന് പൂവൊന്നും ഇടുന്നില്ല, ഒരു വട്ടമൊക്കെ പൂവിട്ടിട്ട് പോയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂ ഇടാൻ ഇത് സഹായിക്കും. പക്ഷെ എല്ലാ ടൈമും, അതായത് ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 വട്ടം നമ്മൾ ചെയ്ത് കൊടുക്കണമായിട്ട്, കാരണം അത് ഹെൽത്തി ആയിട്ട് വളരാനായിട്ട്. ഫ്രൂട്ട്സിന്റെ കാര്യത്തിലാണ് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 വട്ടം ചെയ്യേണ്ട ഒരു കേസ് വരുന്നത്. ചെടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 2 വട്ടം അല്ലെങ്കിൽ ഒരു വട്ടം മാക്സിമം ചെയ്താലും മതി. അത് ഓൾറെഡി അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഒരു ഫെർട്ടിലൈസർ ആ മണ്ണിന്റെ അകത്ത്. അപ്പൊ നമുക്ക് സംഭവങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യണത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു 2 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, ഫാമിംഗ് തൊട്ട്, അതായത് ഇപ്പം മുളക് തൈയുടെ കൃഷി തൊട്ട് അപ് ടു, അതായത് വലിയൊരു ബിസിനസ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പം ഷൂസിന്റെ ബ്രാൻഡ്സ്, അതുപോലെ തന്നെ ക്ലോത്തിങ്ങിന്റെ, ജ്വല്ലറീസിന്റെ, അങ്ങനെ കുറച്ച് 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 അതിന്റെ ലീഡ്സ് ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു തിരക്കും കാരണവും ഒക്കെ കൊണ്ട് ആ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടായിപ്പോയി. അപ്പൊ ഇനി തൊട്ട് എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അങ്ങനെ ബിസിനസ് മൈൻഡഡ് ഒക്കെ ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, നമ്മുടെ ചാനൽ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് നമ്മുടെ മാജിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഇൻഗ്രീഡിയന്റ് മുട്ടയുടെ തോടാണ് കേട്ടോ. ഇത് നല്ലപോലെ കഴുകി മാത്രം ഉണക്കുക, നല്ല ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇത് എത്രമാത്രം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രമാത്രം പൊടിച്ച് നല്ല രീതിക്ക് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അരി കഴുകിയ വെള്ളമാണ്. അരി ഒരു 3 വട്ടം കഴുകിയിട്ട് അതിന്റെ വെള്ളം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഈ മുട്ടയുടെ തോട് പൊടിച്ചത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം ഫെർമെന്റേഷന് വേണ്ടി വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇതൊരു 2 ലിറ്ററിന്റെ കുപ്പിയിലാണ് ഈ ഒഴിച്ച് വെച്ചേക്കുന്നത്. മെയിൻലി ഞാൻ ഇതിൻ്റെ അകത്താണ് ഒഴിക്കാറ്. ഇത് കഴിഞ്ഞിട്ട് ഇത് തുറക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സ്മെല്ലായിരിക്കും, അടുത്ത് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇത്രയും സ്മെല്ലാണെന്നുണ്ടെങ്കിലും ഇത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ തരുന്നത്. ഇത് ഞാൻ നമുക്ക് മുളകിന്റെ ഒക്കെ തൈകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ കാണാൻ പറ്റും. 1 മാസം പിടിക്കേണ്ട, അതിന് മുമ്പ് തന്നെ കാണാൻ പറ്റും. ഇതിന്റെ റേഷ്യോ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമുക്കിത് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു ചെറിയ ബക്കറ്റിനകത്ത് വെള്ളം എടുക്കുക. എന്നിട്ട് ഇത് 1 ലിറ്റർ അതിനകത്തിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 കപ്പ് വെള്ളവും അതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. എന്നിട്ട് മാത്രമേ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പിന്നെ ഈ കാണുന്ന ഒക്കെ ചെടികളും എൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം, അതായത് ചത്തുപോയി എന്നുള്ള രീതിയിൽ പോയ ചെടികളാണ്. ഇപ്പൊ ഇത്രയും നല്ല രീതിക്ക് വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒറ്റ ഫെർട്ടിലൈസറിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ട്രൈ ചെയ്യുമ്പം നല്ല രീതിക്ക് ഫെർമെന്റേഷൻ ചെയ്തിട്ട് മാത്രം ട്രൈ ചെയ്യുക. പിന്നെ
കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ വെള്ളം അതിൽ മിക്സ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് നല്ല കട്ടിയാണ്. കാണുന്ന പോലെയല്ല. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചൊക്കെ ഉള്ളൂന്ന്. പക്ഷെ നല്ല കട്ടിയാണ് കേട്ടോ ഈ സാധനത്തിന്. പിന്നെ പൂക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ചെടികളൊക്കെ വളർത്തിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. 2 അല്ലെങ്കിൽ 3 വട്ടം നല്ല രീതിക്ക് ഇവന്മാര് പൂ തരും. പിന്നെ 4ാമത്തെ വട്ടം കൊണ്ട് ഭയങ്കര മടിയന്മാരാവും ട്ടോ. പക്ഷെ ഈ ഒരു ഫെർട്ടിലൈസർ ഒന്ന് ഒഴിച്ചു നോക്കിയേ. നല്ല രീതിക്ക് പൂവിടും. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ ബുഷിയായിട്ടാണ് പൂവിടുന്നത്. നമുക്കൊരു രക്ഷയില്ല. അതേപോലെ തന്നെ നമ്മൾ ഇത് സെയിൽസിന് വെക്കുന്നുണ്ട്. ഏകദേശം 21st നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ അതിന് മുൻപ് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ ഈ താഴെ കാണുന്ന നമ്പറിലോട്ടോ. നമുക്കിനി വെജിറ്റബിളിന്റെ റിസൾട്ട് ഒന്ന് നോക്കിയാലോ. വെജിറ്റബിൾസിൽ ഞാൻ എടുത്തേക്കുന്നത് മുളകാണ്. കാരണം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമായിരിക്കും മുളകിൻ്റെ തൈ. അപ്പം ഇവന്മാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരാൻ കുറച്ച് പാടാണ്. അതുപോലെ തന്നെ കുരുടിപ്പും കായ്കളും ഭയങ്കര കുറവായിരിക്കും. ഫസ്റ്റ് കാണുന്നതാണ് ഈ സംഭവം. കാരണം ഒട്ടും തന്നെ കായ്കൾ ഇല്ലാണ്ടായിരുന്നു നിന്നിരുന്നത്. ആഫ്റ്റർ റിസൾട്ട് നമുക്ക് കണ്ടാലോ. ആഫ്റ്റർ റിസൾട്ട് ആണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഭ്രാന്ത് പിടിച്ച മാതിരിയാണ് ഇവന്മാര് കാഴ്ചവെക്കണത്. അപ്പൊ ഇങ്ങനത്തെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടണത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബഡ് ചെയ്ത ഫ്രൂട്ട്സിന്റെ തൈകൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഫെർട്ടിലൈസർ ഏതാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഇടാൻ മറക്കണേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ.